ഫാസിസ്റ്റ് അജണ്ട നമുക്ക് മുന്നിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്നും കാവലായി നിന്നത് അസ്ഹാബുൽ ബദറാണ്. അവരുടെ നാമം ഉച്ചരിക്കുന്ന, അവരുടെ പേരുകൾ പറയുന്ന, അവരുടെ പേരുകൾ ഉറവിടുന്ന ഒരു സദസ്സാണ് ഈ സദസ്സ്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഈ സമൂഹത്തിലെ യുവത്വത്തിന് വല്ലാത്ത വില പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നത് രണ്ട് നിഅമത്ത് ഏറ്റവും വലിയ നിഅമത്താണ് എന്ന് പരിശുദ്ധ റസൂൽ. നിഅമതാനി മഗ്ബൂൻ അസ്ഹഹു വൽ ഫറാഗ്. രണ്ട് അനുഗ്രഹങ്ങളെ കുറിച്ച് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നു. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ ശ്രദ്ധിക്കണം. ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിനിടയിലാണ് സംഭവിക്കുന്നത്. ഇന്ന് കഞ്ചാവിന്റെ പേരിൽ പിടിപെട്ട് നിൽക്കുന്നത് മുസ്ലിമീങ്ങളാണ്. കഴിഞ്ഞ ദിവസവും പുത്തൂറിൽ വെച്ച് നടന്ന ഒരു കാർ ആക്സിഡന്റിൽ അതിൽ നിന്ന് പുറപ്പെടുത്തുമ്പോൾ കിട്ടുന്നത് കഞ്ചാവിന്റെ പാക്കറ്റുകളാണ്. അതിലും പിടിക്കപ്പെട്ടവർ മുസ്ലിം നാമമുള്ള നമ്മുടെ സമൂഹത്തിലെ മുസ്ലിം ചെറുപ്പക്കാർ എന്ന് പറയുമ്പോൾ നാം ആത്മീയതയിൽ നിന്ന് അകന്നുപോയി. അതിന്റെ കാരണമാണ് ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും തരണം ചെയ്യേണ്ടി വന്നത്. പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തി തരികയാണ്. ഖുർആൻ നമ്മെ വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കരുതേ, നിങ്ങൾ പ്രയാസപ്പെടരുതേ, നിങ്ങൾ എല്ലാ സമയത്തും ഉന്നതരാണ് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. ഏത് അക്രമിയായ ഭരണാധികാരി കടന്നു വന്നാലും എന്നാലും പരിശുദ്ധമായ ഖുർആൻ നമുക്ക് മുമ്പിൽ ചരിത്രങ്ങളെ നിർത്തിക്കൊണ്ട് പറയുന്നു, വഅൻതുമൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും മുകളിലാണ് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് എന്റെ വാക്കുകൾ കേൾക്കുന്ന യുവാക്കളെ, നാം അല്ലാഹുവിന്റെ ദീനിലേക്ക് പരിശുദ്ധമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വന്ന ആ സുന്ദരമായ പരിശുദ്ധമായ ദീനിന്റെ പാന്താവിലേക്ക് നാം കടന്നു വരേണ്ടതുണ്ട്. അങ്ങനെ കടന്നു വന്നാൽ നമുക്ക് അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഈ യുവതല സമൂഹങ്ങൾക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അല്ലാത്ത വലകൾ നൽകിയിട്ടുണ്ട്. അതിനെ നാം പാകപ്പെടുത്തി പോകാൻ പാടില്ല. പരിശുദ്ധമായ ഖുർആൻ അന്ത്യനാൾ വരെ വരുന്ന ആളുകൾക്ക് സൂറത്തുൽ കഹ്ഫിലൂടെ ഒരു വറ്റം വരുന്ന യുവാക്കളെ കുറിച്ചുള്ള ചരിത്രങ്ങൾ പറയുന്നുണ്ട്. അന്നും അക്രമിയായി ഒരു ഭരണാധികാരി ആ നാട്ടിലുണ്ടായിരുന്നു. അവർക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി ക്രമങ്ങളും അനീതികളും അധികരിച്ചു വരുന്ന സമയത്ത് നാട് വിട്ടുപോയ ഒരു പറ്റം യുവാക്കളെ കുറിച്ച് പറയുമ്പോൾ എന്റെ ശബ്ദം ശ്രവിക്കുന്ന യുവാക്കളെ, ഈ സമൂഹത്തിന്റെയും ഈ ഉമ്മത്തിന്റെയും ഇസ്സത്ത് നിങ്ങളാണ് ഇസ്സത്ത് നിലനിർത്തേണ്ടത്. യുവത്വം നന്നായി കഴിഞ്ഞാൽ ഈ സമൂഹം നന്നായി കഴിയുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. യുവത്വത്തിനിക്ക് വല്ലാത്ത വിലകളാണ് പരിശുദ്ധമായ ദീൻ തരുന്നത്. അങ്ങനെ ഒരു പറ്റം യുവാക്കളാണ് പരിശുദ്ധമായ ബദറിന്റെ രണാങ്കണത്തിലൂടെ പൊരുതിപ്പോയത്. അതുകൊണ്ട് ഈ മജ്ലിസിന്റെ പേര് തന്നെ മജ്ലിസ് നൂർ എന്നാണ്, പ്രകാശത്തിന്റെ ഒരു മജ്ലിസ് എന്നാണ്. എല്ലാവരും നന്മയിലൂടെ തിന്മയിലൂടെ കടന്നു പോകുമ്പോൾ, ദുനിയാവിന്റെ മോഹമായി അതിന്റെ പിന്നാലെ കടന്നു പോകുമ്പോൾ, അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയില്ലാതെ പോകുമ്പോൾ, ആത്മീയതയെ തൊട്ട് വിചരിച്ചു പോകുമ്പോൾ, ഇങ്ങനെയുള്ള മജ്ലിസുകൾ നമ്മുടെ ഹൃദയത്തിന്റെ പ്രകാശത്തെ ഒന്ന് വ്യാപിപ്പിക്കാൻ, നമ്മുടെ ഈമാനിക്ക് ഒന്ന് ശക്തി പകരാൻ ഇത്തരത്തിലുള്ള മജ്ലിസുകൾ കാരണമായി തീരുമെന്നാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. പ്രിയമുള്ളവർ,